ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ദിലീപിനെ നായകനാക്കിയ ലിസ്റ്റൺ സ്റ്റീഫൻ നിർമ്മിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ബോക്സ് ഓഫീസിലേക്ക് തന്നെ ആദ്യം വരികയാണെങ്കിൽ സിനിമയ്ക്ക് രണ്ടാമത്തെ തിങ്കളാഴ്ചയും മികച്ചൊരു തിങ്കളായിട്ട് കേരളത്തിൽ മാറിയിരിക്കുന്നുവെന്ന് ഇന്നലെ തന്നെ പ്രേക്ഷകർ അറിയിച്ചതാണ്. 75 ലക്ഷം രൂപയാണ് രണ്ടാമത്തെ തിങ്കളാഴ്ച സിനിമ കേരളത്തിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 10 കോടി 60 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് കൃത്യം 11 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ മാത്രം 11 കോടി 50 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് നേടിയെടുത്ത സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 16 കോടി 25 ലക്ഷമാണ് ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ദിലീപിന്റെ 150ാമത്തെ സിനിമ കൂടിയായ പ്രിൻസ് ഒരു ദിലീപ് സിനിമയുടെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ മികച്ച കളക്ഷൻ തന്നെ ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നു. ഇതിനിടയിൽ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ഒന്നാണ് സിനിമ വിജയമായോ, വിജയിച്ചോ, അതല്ലെങ്കിൽ വിജയിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ, കൂടാതെ സിനിമയുടെ ബഡ്ജറ്റ് എത്ര തുടങ്ങിയ ചോദ്യങ്ങൾ. ഇതിനുള്ള ഉത്തരം എല്ലാം തന്നെ പറയുകയാണെങ്കിൽ ഒഫീഷ്യലായിട്ട് ഇതിനോടൊക്കെ തന്നെ സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ എല്ലാം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബോക്സ് ഓഫീസ് കളക്ഷന്റെ അടിസ്ഥാനത്തിലാണല്ലോ തിയേറ്ററുകളിലെ സിനിമ വിജയിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. അത് പ്രകാരം സിനിമ ഇനിയും ഹിറ്റ് സ്റ്റാറ്റസ് പൂർണ്ണമായിട്ടും നേടിയെടുത്തിട്ടില്ല. നിലവിൽ ആവറേജ് ഹിറ്റിലേക്ക് വരെ സിനിമ എത്തപ്പെട്ട് നിൽക്കുകയാണ്. ദിലീപിനെ കൂടാതെ വലിയൊരു താരനിര കൂടി ഭാഗമായ സിനിമയാണല്ലോ പ്രിൻസ്. സിനിമയ്ക്ക് ഏകദേശം ഒരു 10 കോടിയോളം ബഡ്ജറ്റാണ് നാം കണക്കാക്കുന്നത്. പല കമന്റ് ബോക്സിൽ കണ്ടത് 8 കോടി ബഡ്ജറ്റ് എന്നൊക്കെയാണ്. എന്തായാലും ബഡ്ജറ്റ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ അടുത്ത മാസം വരാനിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്ക് തന്നെ വരണം. എന്തായാലും 10 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എങ്കിൽ 20 കോടി വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്താൽ പുതിയ ദിലീപ് സിനിമയ്ക്ക് വിജയിക്കാവുന്നതാണ്. നിലവിലെ സിനിമയുടെ കളക്ഷൻ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സിനിമയ്ക്ക് വിജയിക്കാനായിട്ട് കഴിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ബാക്കിയെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.